So we have seen metalloporphyrins. Porphyrin is the derivative of porphin. Porphin എന്ന് പറയുന്നത് C20H14N4. അതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇത് സിമ്പിളായിട്ട് ഇവിടെ എല്ലാം ഹൈഡ്രജൻ കൊണ്ട് സാച്ചുറേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതാണ് പോർഫിൻ എന്ന് പറയുന്നത്. പോർഫൈറിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് പലയിടത്തും സബ്സ്റ്റിറ്റ്യുവൻസ് വരും. പല പോയിൻറ്റ്സിലും സബ്സ്റ്റിറ്റ്യുവൻസ് വന്നിട്ട് ആ പോർഫിൻ്റെ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ പോർഫൈറിൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റലോപോർഫൈറിൻസ് എന്ന് പറയുന്നത് പോർഫൈറിൻ, അതായത് പോർഫിൻ്റെ ഡെറിവേറ്റീവായ പോർഫൈറിൻ്റെ മെറ്റൽ കോമ്പൗണ്ട്സ് ആണ് മെറ്റലോപോർഫൈറിൻസ്. അപ്പോൾ ഇവിടെ വരാവുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് അയൺ വരാം, മെഗ്നീഷ്യം വരാം, സിങ്ക് വരാം, നിക്കൽ വരാം, കൊബോൾട്ട് വരാം, കോപ്പർ, സിൽവർ, ഇങ്ങനെയുള്ള മെറ്റൽസാണ് ഈ സെൻട്രൽ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രൽ പൊസിഷനിൽ ഒരു മെറ്റൽ വരുമ്പോൾ മെറ്റലുമായിട്ട് ഈ 4 നൈട്രജനും ബോണ്ട് ചെയ്യും. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ അയണൈസബിളാണ്. അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 നൈട്രജനും സെൻട്രൽ മെറ്റലുമായിട്ട് 2 കോവലൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. മ്യൂച്വൽ ഷെയറിങ്ങിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ നൈട്രജൻ്റെ 3 വാലൻസീസ് എന്ന് പറയുന്നത് 2 വാലൻസി റിങ്ങിൽ തന്നെ വരും, 3rd വാലൻസി മെറ്റലുമായിട്ട്. അങ്ങനെ 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യും ഈ 2 നൈട്രജൻ. ഈ കേസിൽ ഈ 2 ഓപ്പോസിറ്റ് നൈട്രജന് ഓൾറെഡി റിങ്ങിനകത്ത് തന്നെ 3 ബോണ്ട്സ് ഉണ്ട്. പിന്നെ ഈ ലോൺ പെയറാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 2 നൈട്രജനും മെറ്റലിലേക്ക് ഡേറ്റീവ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇത് രണ്ടും കോവലൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ മെറ്റൽ 4 നൈട്രജനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും സെൻട്രൽ മെറ്റൽ അയോൺ. പിന്നെ നമുക്ക് പോർഫൈറിൻ ആണെന്ന് പറഞ്ഞാൽ ഈ 1, 2 കാർബൺ ആറ്റംസ് നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2 പോർഫിനകത്താണ് C20 ആണ്. മൊത്തം കാർബൺ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ 20 കാർബൺസ് കാണും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 1, 2, 3, 4 ഈ പെരിഫറലായിട്ടുള്ള അത് എണ്ണി നോക്കുക. അത് ഒരു 12 കാർബൺ കാണും. പിന്നെ 13, 14, 15, 16 ഈ ഇൻ ബിറ്റ്വീൻ വരുന്ന കാർബൺ, ഇതും കൂടെ ചേരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ 20 കാർബൺസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുറത്തുള്ള കാർബൺ ആറ്റംസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഓരോ റിങ്ങിലെയും കാർബൺ ആറ്റംസിനെ 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ 9th കാർബൺ എന്ന് പറയുന്നത് CH ഇവിടെ 9, CH10, CH11, CH12. അങ്ങനെ ഒരു 12 കാർബൺ ആറ്റമാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാലാണ് നമുക്ക് പോർഫൈറിൻ ആകുന്നത്, പോർഫിൻ പോർഫൈറിൻ ആകുന്നത്.